വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ളവർക്ക് പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അമിതവണ്ണം കുറയ്ക്കുന്നതിനും ഷുഗറും കൊളസ്ട്രോളും ബിപിയും എല്ലാം കൺട്രോളിലാക്കാനും പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഓട്സ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഓട്സ് ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ഓട്സ് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ കൂടി ഒന്ന് കുതിരാൻ വെക്കാം. അപ്പോൾ ദേ ഒരു 8 കാഷ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് കുതിർന്ന് വരട്ടെ. അതുപോലെ തന്നെ ഈന്തപ്പഴം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈന്തപ്പഴം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആണെങ്കിൽ വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരാൻ വെച്ച ഓട്സ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ദേ ഓട്സ് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓട്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുതിരാൻ വെച്ച കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കാഷ്യൂവിന് പകരം നമുക്ക് ബദാമോ വാൾനട്ടോ അങ്ങനെ ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. മധുരത്തിനായിട്ടാണ് നമ്മൾ ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 2-3 ഈന്തപ്പഴം കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിയാ സീഡ്സ് ആണ്. അപ്പോൾ ചിയാ സീഡ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതിന്, നമ്മുടെ പൊണ്ണത്തടിയൊക്കെ കുറച്ച് നല്ല ഒരു ഷേപ്പ് കിട്ടുന്നതിന് ചിയാ സീഡ്സ് വളരെ നല്ലതാണ്. പിന്നെ BP കുറയ്ക്കാൻ, കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ, അതേപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ, പിന്നെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ടും 1 സ്പൂൺ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താം. പിന്നെ നമുക്ക് പഴം, ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള പഴം, റോബസ്റ്റ പഴം ആണെങ്കിൽ 1 ചേർത്ത് കൊടുക്കുക. ചെറുപഴമൊക്കെ ആണെങ്കിൽ 2 ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഞാലിപ്പൂവിൻ്റെ പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത്തപ്പഴം ആണെങ്കിൽ പകുതി ചേർത്ത് കൊടുക്കുക. റോബസ്റ്റ ആണെങ്കിൽ 1 ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് കുറച്ച് പാലോ അല്ലെങ്കിൽ യോഗട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തണുത്ത പാലാണ് എടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് 1/2 കപ്പ് പാലും കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളവർക്ക് 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ പീസ് വാട്ടർ മെലോണും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ആപ്പിളാണുള്ളെങ്കിൽ ആപ്പിളിൻ്റെ ചെറിയ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ഈ ഒരു സ്മൂത്തിക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ എല്ലാ പോഷകങ്ങളും നമുക്ക് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ കിഡിലൻ സ്മൂത്തിയാണിത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ചിയാ സീഡ്സ് ആണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് 2ാമത്തെ ദിവസം നമുക്ക് ഫ്ലാക്സ് സീഡ് ചേർക്കാവുന്നതാണ്. അപ്പോൾ രണ്ടിനും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല പോഷക ഗുണമുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും അതേപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ സ്മൂത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.